ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ അല്ലാഹുമ്മ ഫഅന്നി അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ നീ റൂഹ് പിടിക്കുന്നത് മജ്ജയുള്ള മാംസത്തിന്റെയും നാഡീ ഞരമ്പുകളുടെയും വിരലുകളുടെ അഗ്രങ്ങളിൽ നിന്നുമാണല്ലോ. ഇതെല്ലാം വേദനയേറിയ സ്ഥലങ്ങളാണ്, വേദനയേറിയ അവയവങ്ങളാണ്. ഒരാളുടെ വിരൽ തുമ്പിലൊന്ന് അടിച്ചാൽ ആ വേദന ദിവസങ്ങളോളം നിൽക്കുകയും അവനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമത്രേ. അവന്റെ മജ്ജയിൽ വല്ല രോഗങ്ങൾ വന്നാൽ അവൻ ഉറങ്ങാൻ പോലും കഴിയാത്ത വേദനയായിരിക്കും. ഞരമ്പിനെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു പോയാൽ 5000 കിലോമീറ്ററുകളോളം നമ്മുടെ ശരീരത്തിനകത്ത് ചുറ്റിയിരിക്കുന്ന ഞരമ്പുകളുണ്ടല്ലോ, നാഡീ ഞരമ്പുകളുണ്ടല്ലോ. ആ ഞരമ്പുകൾക്ക് വല്ല ക്ഷതം സംഭവിച്ചാൽ ശരീരത്തിന്റെ നിലപാട് തന്നെ മാറിപ്പോകുമത്രേ. അതിന്റെ താളം തന്നെ തെറ്റിപ്പോവുകയും ഉറങ്ങാനും നടക്കാനും കഴിയാത്ത അവസ്ഥയിലായി പോകും. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഞരമ്പുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു രോഗം നമ്മളെ അലട്ടിയാൽ നടക്കാനോ കിടക്കാനോ കഴിയാത്ത അവസ്ഥയായിരിക്കും അവർ നേരിടുക. അത്രത്തോളം ഞരമ്പുകളെ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുന്നുവെങ്കിൽ ആ ഞരമ്പുകളിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക. വിരലുകളുടെ അഗ്രത്തിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക. മജ്ജയുള്ള മാംസത്തിൽ നിന്നാണ് റൂഹിനെ പിടിക്കുക. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഫഅന്നി അലാ മുഹമ്മദിൻ. അല്ലാഹുവേ ഈ മുഹമ്മദിന്റെ മേൽ സക്കറാത്ത് ഹാല് എളുപ്പമാക്കണമേ, ഈ മുഹമ്മദിനെ സഹായിക്കണമേ. ലോകത്തിന്റെ പ്രവാചകനാണ്, വിപ്ലവത്തിന്റെ നായകനാണ്, ലോകത്തിന്റെ കെടാവിളക്കായ അല്ലാഹുവിന്റെ റസൂലിനെ പോലും ആ വേദന അലട്ടിയെങ്കിൽ ഞാനും നിങ്ങളും സഹോദരാ ആ വേദനയെ പ്രതീക്ഷിക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ച് അല്ലാഹുവിനോട് അഭയം തേടേണ്ടതല്ലേ? അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതല്ലേ? അല്ലാഹുവിന്റെ റസൂല് മാതൃകാ പുരുഷനാണ്, അല്ലാഹുവിന്റെ റസൂല് മാതൃകാ മഹാനാണ്. ഹബീബായ തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ നാഡീ ഞരമ്പുകളിലൂടെ മലക്കുൽ മൗത്ത് അസ്രായീൽ റൂഹിനെ പിടിക്കുമ്പോ എന്റെ സമുദായത്തെയും ഈ അവസ്ഥയിലാണോ മലക്കേ നീ പിടിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് ആ സന്ദർഭത്തിൽ പോലും എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തുവെങ്കിൽ സഹോദരാ ആ മരണത്തിന്റെ പിടുത്തം വല്ലാത്ത പിടുത്തമാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു 3 കാര്യം ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ചേ മതിയാവൂ. 1 ശിദ്ദത്തുൻ നസ്അ്, പിടുത്തത്തിന്റെ കാഠിന്യത. 2 മലക്കുകളുടെ രൂപം. സാലിഹീങ്ങളാണ് മരിക്കുന്നതെങ്കിൽ നല്ല കോലത്തിലാണ് മാലാഖ അവനെ തഴുകി തലോടുക. അതല്ല മോശക്കാരനാണെങ്കിൽ അവന്റെ കാര്യം കഷ്ടം തന്നെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയുടെ മയ്യത്തടക്കുന്നതിന് വേണ്ടി ആ മയ്യത്തുമായി ജന്നത്തുൽ ബഖീയിലേക്ക് പോവുകയാണ്. ജന്നത്തുൽ ബഖീയിലെത്തിയപ്പോ ഖബർ പൂർത്തിയായിട്ടില്ല. ആ മയ്യത്ത് ഖബറടക്കുന്നതിനുള്ള ഖബർ പൂർത്തിയായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് താഴെ ഇറക്കി വെക്കാൻ കൽപ്പിക്കുകയാണ്. ആ മയ്യത്ത് താഴെ ഇറക്കി വെച്ചു. സഹാബാക്കൾ എല്ലാവരും വട്ടം കൂടി നിൽക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി ഒരു ഉഗ്ര പ്രഭാഷണം നടത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരാൾ മരിച്ച് ഖബറിലേക്ക് വരുന്ന സംഭവം വരെ ആ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാ. ഇന്നൽ അബ്ദ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ വഇഖ്ബാലിൻ മിനൽ ആഖിറ നസല ഇലൈഹി മിനൽ മലായികത്തും മിനസ് സമാ വഇന്ന ഒരു മുഅ്മിനായ സഹോദരനാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശലോകത്ത് നിന്ന് മാലാഖമാർ ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂല് ഖബറടക്കാൻ പോയ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സഹാബാക്കളോട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ എങ്ങനെയാണ് പിടിക്കപ്പെടുക, അവൻ പിടിച്ച ആ ആത്മാവിനെ പിടിക്കപ്പെട്ടതിന് ശേഷം ആ ഖബറിലേക്ക് കൊണ്ടുവരുന്നത് വരെയുള്ള സംഭവ വികാസങ്ങൾ വളരെ വിശാലമായ ദൈർഘ്യമേറിയ ഒരു ഹദീസിലൂടെ അവതരിപ്പിച്ചു തരികയാണ്.
അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു സാലിഹായ മനുഷ്യനാണ് ഈ ദുനിയാവിൽ നിന്ന് മരിച്ച് ആഖിറത്തിലേക്ക് പോകുന്നതെങ്കിൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് മാലാകമാർ ഇറങ്ങി വരികയാണ്. വെറും കൈയോടെയല്ല വരിക, വെറുതെയല്ല കടന്നു വരിക. വമഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന വഹനൂതും മിൻ ഹുനൂതിൽ ജന്ന. ഇന്ന് ദുനിയാവിൽ വെച്ച് നമ്മുടെ മയ്യത്ത് പൊതിയുന്നത് കേവലം 25 രൂപ മീറ്റർ വിലയുള്ള തുണിയിലാണ് നമ്മുടെ മയ്യത്ത് പൊതിയുന്നതെങ്കിൽ സത്യവിശ്വാസിയായ മനുഷ്യ, സത്യവിശ്വാസിയായ സഹോദര സഹോദരി, നിന്റെ മരണത്തെ അള്ളാഹു വിളിക്കുന്നത് ക്ഷണിക്കുന്നത് എങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാണ്. അള്ളാഹുവിനെ ധിക്കരിക്കാതെ അവനെ വഴിപ്പെട്ട് ജീവിച്ച ഒരു വിശ്വാസിയാണ് മരിക്കാൻ കിടക്കുന്നതെങ്കിൽ സ്വർഗലോകത്ത് നിന്ന് മാലാകമാർ താഴേക്ക് ഇറങ്ങി വരികയാണ്. വമഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗലോകത്ത് നിന്ന് അള്ളാഹു കൊടുത്തു വിടുന്ന സ്വർഗത്തിന്റെ പട്ടുടയാടകളുമായി കടന്നു വരികയാണ്. സ്വർഗലോകത്ത് നിന്നുമുള്ള കഫൻ തുണിയുമായി കടന്നു വരികയാണ്. വഹനൂതും മിൻ ഹുനൂതിൽ ജന്ന, സ്വർഗത്തിന്റെ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ പട്ടുടയാടകളും അവരുടെ കൈവശമുണ്ടത്രേ. അവർ മെല്ലെ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഹത്താ യജ്ലിസ മദബസരിഹി, മരിക്കാൻ കിടക്കുന്ന സഹോദരന്റെ കട്ടിലിന്റെ അരികിൽ വന്നിരിക്കുകയാണ്. കണ്ണെത്താവുന്ന ദൂരത്തോളം ആ മലക്കവനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഹോദരന്റെ അരികിലേക്ക് ആ മയ്യത്ത്, ആ മലക്ക് മെല്ലെ കടന്നു വന്നിട്ട് തല തടോടിക്കൊണ്ട് പറയുകയാണ്, ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന വബ്ശിരി ബിറൗഹിൻ വറൈഹാൻ വറബ്ബി ഗൈരി ഗളബാൻ. സന്തോഷത്തോടെ കടന്നു വാ, സന്തോഷത്തോടെ പുറത്തേക്ക് വരിക. ഏ ശാന്തിയടഞ്ഞ ആത്മാവേ, സ്വർഗത്തിലേക്കുള്ള ആത്മാവേ, സമാധാനം പൂണ്ട ആത്മാവേ, സ്വർഗലോകത്തിന്റെ സന്തോഷ വാർത്തയുമായി നീ പുറത്തേക്ക് കടന്നു വരിക. ഒരുമ്മ എങ്ങനെയാണോ തന്റെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് എങ്ങനെയാണോ തലോടിക്കൊണ്ട് ഒക്കത്ത് വെച്ച് പാല് കൊടുക്കുന്നത്, എത്രത്തോളം ആ കുഞ്ഞു പൈതലോട് ലാളന കാണിക്കുന്നുവോ അതേപോലെ ആയിരിക്കും മാലാകമാർ സത്യവിശ്വാസിയുടെ ആത്മാവിനെ പിടിക്കാൻ ഇറങ്ങി വരിക. ഇറങ്ങി വന്നുകൊണ്ട് സന്തോഷത്തോടെ ഓതിക്കൊടുക്കുകയാണ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. പരിശുദ്ധ ഖുർആൻ ഇന്നൊരാളെ അടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഉസ്താദ് ആ ഖബറിന്റെ ഓരത്തിരുന്ന് തൽഖീൻ ഓതി കൊടുക്കുമെങ്കിൽ ഈ ആത്മാവിന് വേണ്ടിയിട്ടല്ലയോ ഈ പ്രാർത്ഥന, ഈ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയല്ലയോ ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ ശാന്തിയടഞ്ഞ ആത്മാവേ, സമാധാനം പൂണ്ട ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. നീ ദുഃഖിക്കരുതേ, നീ പ്രയാസപ്പെടരുതേ, നീ വിഷമിക്കരുതേ, നീ കരയരുതേ. നീ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയത് കൊണ്ട് നിന്റെ ഭാര്യ കരയുന്നുണ്ടാകും, നിന്റെ മക്കള് കരയുന്നുണ്ടാകും, നിന്റെ ശിഷ്യഗണങ്ങള് കരയുന്നുണ്ടാകും, നിന്റെ നാട്ടുകാര് ഒന്നടങ്കം ദുഃഖിക്കുന്നുണ്ടാകും. പക്ഷേ നീ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. നീ എന്നിലേക്കാണ് വരുന്നത്, സാലിഹീങ്ങളായ എന്റെ ദാസന്മാരുടെ സമൂഹത്തിലേക്കാണ് നീ കടന്നു വരിക. ഒറ്റപ്പെട്ട ജീവിതമല്ല നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, ഒരു വൻ സംഘം തന്നെ നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ബർസഖിൽ നിന്നെ പ്രതീക്ഷിക്കുകയാ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി.
എന്റെ ആത്മാക്കളോട് എന്റെ ശാന്തിയടഞ്ഞ എന്റെ ദാസന്മാരുടെ ആത്മാവുമായി നീ ചേർന്ന് കൊള്ളുക. ആ സ്വർഗലോകത്തിന്റെ പരിമളം ആസ്വദിച്ചതിൽ പ്രവേശിച്ചു കൊള്ളുക. ഈ ആയത്തോതിക്കൊണ്ട് സാലിഹായ മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുമ്പോ ആ ആത്മാവ് എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? കൂജയിലുള്ള വെള്ളം എങ്ങനെയാണോ ഒഴിച്ചാൽ വളരെ നിസ്സാരമായി ലാഘവത്തോടെ ഒഴുത്തുള്ളികൾ വീഴുന്നത്, ഇതുപോലെയായിരിക്കും സാലിഹീങ്ങളുടെ ആത്മാവിനെ പിടിച്ചെടുക്കുക. ഉടനെ ആ ആത്മാവിനെ പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ഹത്താ യൻതഹി ബിഹാ ഇല സമായി സാബിആ, ഇന്നേ സമയം വരെ കണ്ണു തുറന്നവനാണ്, സംസാരിച്ചവനാണ്, വെള്ളം കുടിച്ചവനാണ്, ചിരിച്ചവനാണ്, എല്ലാവരെയും നോക്കി കണ്ടവനാണ്, കൈ ചലിപ്പിച്ചവനാണ്, കാല് ചലിപ്പിച്ചവനാണ്. ആത്മാവിതാ പിടിക്കപ്പെട്ടു കഴിഞ്ഞു, അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ആ സന്തോഷത്തോടെ ആത്മാവിനെയും പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് നേരെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എവിടെയാണ് ആ കൊണ്ടുപോകുന്നതെന്നറിയോ? ഇല്ലിയൂനിലാണ് രേഖപ്പെടുത്തുക. എവിടെയാണ് ആ ഇല്ലിയൂൻ? ഹത്താ യൻതഹി ബിഹാ ഇല സമായി സാബിആ, ഏഴാനാകാശത്തിലാണ്. ഏഴാനാകാശത്തിലാണ്, അർശിന്റെ ഭാഗത്താണ്, അതിന്റെ ഉത്തുംഗ സോപാനത്തിലാണ്. ഇല്ലിയൂൻ ഇല്ലിയൂൻ ഇല്ലിയൂൻ. ഏഴാം ആകാശത്തിലേക്ക് മാലാകമാർ ഈ ദുനിയാവിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ആ മുസ്ലിമായ വിശ്വാസിയുടെ ആത്മാവിനെ കൊണ്ടുപോവുകയാണ്. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. സാലിഹീങ്ങൾ സന്തോഷിച്ചോ, മുഅ്മിനീങ്ങൾ സന്തോഷിച്ചോ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാര് സന്തോഷിച്ചോ. ഇല്ലിയൂനിൽ അവരുടെ ആത്മാവിനെ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നബിയോട് ചോദിക്കുകയാണ്, വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. സാലിഹീങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന, അവരുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സ്ഥലമാണ് ഇല്ലിയൂൻ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്താണ് സാലിഹീങ്ങളുടെ ആത്മാവിനെ കൊണ്ട് രേഖപ്പെടുത്തുക. ഉടനെ അല്ലാഹു പറയും, ഉക്തുബൂ കിതാബഹു ഫീ ഇല്ലീൻ. ഇപ്പോൾ ഒരാൾ ഇവിടെ വെച്ച് മരിച്ചു, ഇപ്പൊ 8 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ഒരാൾ മരിച്ചു. സാലിഹായ മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ അവിടെ കൊണ്ട് രേഖപ്പെടുത്തും. കാരണം ഈ മയ്യത്ത് ഇനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ ഇനി 1 മാസം കഴിഞ്ഞോ എപ്പോഴാണോ ഇനി കുളിപ്പിച്ച് കഫം പൊതിഞ്ഞ് മയ്യത്ത് സ്കരിച്ച് കബറിനകത്ത് കൊണ്ടുവരുന്നത്, അപ്പോഴായിരിക്കും ഇനി അടുത്ത പരിപാടി. അതുകൊണ്ട് എന്താ ചെയ്യാ? ഒരാളെ അറസ്റ്റ് ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവിനെ പിടിച്ച് നേരെ ഇല്ലിയൂൻ രേഖപ്പെടുത്തും. സാലിഹാണെങ്കിൽ. സാലിഹല്ലെങ്കിൽ മറ്റൊരു സ്ഥലം, അത് രണ്ടാമത്തെ വിഷയം. അത് ഈ വിഷയം പറഞ്ഞ് തീർക്കട്ടെ. സ്വാലിഹാണെങ്കിൽ നേരെ ഇല്ലിയൂനിൽ കൊണ്ടുപോയി രേഖപ്പെടുത്തും. അതെവിടെയായി? ഇല്ലിയൂൻ എന്ന് പറഞ്ഞ സാധനം 7 ആകാശത്തിന്റെ ഉന്നതങ്ങളിലാണ്. ഹത്താ യൻതഹി ബിഹാ ഇല സമായി സാബിആ, 7 ആകാശത്തിൽ കൊണ്ടത് രേഖപ്പെടുത്തും. രേഖപ്പെടുത്തിയതിനു ശേഷം അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്തോടുകൂടി പടച്ചതമ്പുരാൻ പറയുകയാണ് മലക്കുകളോട്, ആ വ്യക്തിയെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ, പിറ്റേ ദിവസമായി സഹോദരൻ മരിച്ചു കിടന്നു, അദ്ദേഹത്തെ എല്ലാവരും കുളിപ്പിച്ചു, വന്നു, മയ്യത്തെടുത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഖബറിനകത്തേക്ക് കൊണ്ടുവച്ചു. പരിശുദ്ധമായ ഹദീസിലൂടെ നബിഗിനാ റസൂലുള്ളാഹി തങ്ങൾ മയ്യത്തിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് ഖബറിന്റെ അരികിൽ വെച്ച് ലോകത്തോട് വിളിച്ചു തരുന്ന സത്യമാണിത്. എത്രയെത്ര മയ്യത്തുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നമ്മൾ, മയ്യത്തിനെ കുറിച്ചോ ഖബറിനെ കുറിച്ചോ ഉസ്താദുമാര് പ്രഭാഷണം നടത്തിയാലും ആ മയ്യത്ത് അടക്കം ചെയ്യപ്പെട്ടതിനു ശേഷം പിന്നീട് നമുക്കതിനെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ല എങ്കിൽ, ഇന്ന് ഈ പ്രഭാഷണം ഇന്നോ നാളെയോ ഖബറിനെ കുറിച്ചോ ഖബറിന്റെ കാലൊച്ചകളെ കുറിച്ചോ പ്രഭാഷണം കേട്ടതിന് ശേഷം 3-ാമത്തെ ദിവസം അതിനെക്കുറിച്ച് ചിന്ത പോലും ഇല്ല എങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ ലോകത്തോടൊരു തമാശയായിട്ടല്ല വിളിച്ചു പറഞ്ഞത്, അതിന്റെ കാര്യഗൗരവത്തോടുകൂടി ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മയ്യത്തിനെയും ഖബറുകളെയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ലോകത്തോട് പറഞ്ഞതെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ നെഞ്ചിലേറ്റി ജീവിക്കുന്ന ഓരോ വിശ്വാസിയും, ഓരോ മുസൽമാനും, ഓരോ സഹോദരി സഹോദരങ്ങളും ഈ പറയുന്ന വാക്കുകളെ സ്വീകരിച്ചാൽ അവന് രക്ഷയാണ്. ഇല്ല എങ്കിൽ അവൻ തന്നെ ഖേദിക്കേണ്ടി വരും. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി നാളെ ആഖിറത്തിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അവൻ മരണപ്പെട്ടു, അവന്റെ ആത്മാവിനെ പിന്നീട് ഖബറിലേക്ക് കൊണ്ടുവയ്ക്കപ്പെടുകയാണ്.
ഉടനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയും, ഫയുഖാലു പറയപ്പെടും. കൊണ്ട് ഖബറിനെ കുറിച്ച് പരസ്യമായി പറഞ്ഞപ്പോ, ഖബറിന്റെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഗൗരവം കണ്ടിട്ട്, ഖബറിന്റെ ഭയാനകതയെ ഓർത്തിട്ട് സ്വഹാബാക്കള് പൊട്ടി പൊട്ടി ബഹളം വെച്ച് കരയാൻ തുടങ്ങി. മദീന പള്ളിക്കകത്ത് ഭയങ്കര ബഹളം. എന്താ ബഹളം? അടുത്ത കമ്മിറ്റിക്ക് വേണ്ടി പൊതുസമ്മേളനം പൊതുയോഗം നടക്കല്ല, ഇവിടെ നമുക്ക് അതിനാണ് ബഹളം. അടുത്ത കമ്മിറ്റി പ്രസിഡന്റ്, നിന്നെ പ്രസിഡന്റ് ഇരുത്താടാ, നീ 5 വർഷം കൊണ്ട് ഇരുന്നെ മര്യാദക്ക് ഇറങ്ങണം, അവന് അവിടെ ഇട്ടുമില്ല. ആ ബഹളം. സഹാബാക്കൾ ഭയങ്കരമായ കരച്ചിലാണ്, പൊട്ടിക്കരച്ചിലാണ്. എന്തേ കാരണം? അള്ളാഹുവിന്റെ റസൂൽ ഖബറിനെ കുറിച്ച് പറയുകയാണ്. ഖബറിന്റെ ഭയാനകതകളെ കുറിച്ച് പറയുമ്പോ സഹാബാക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ബഹളം വെക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള പരിഹാര മാർഗം പറഞ്ഞു കൊടുത്തു. എന്താ പരിഹാര മാർഗം? പക്ഷെ പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. ഇപ്പൊ അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ ഇനി നാളെ വരൂലല്ലോ, ഒക്കെ ഞാൻ പറഞ്ഞു തരും. പരിഹാര മാർഗം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളി അടിച്ചു വാരിക്കൊണ്ടിരുന്ന ഒരു സഹോദരി മരണപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂലിന് അവരുടെ മയ്യത്ത് നമസ്കരിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോ ഹബീബായ തങ്ങൾ അവരുടെ ഖബറിന്റെ അരികിൽ പോയി നമസ്കരിച്ചിട്ട് ലോകത്തോട് പറയുകയാണ്, ഇന്ന ഹാദിഹിൽ ഖുബൂറ മലീഅത്തുൽ ളുൽമതൻ അലാ അഹ്ലിഹാ. ഈ ഖബറെന്ന് പറഞ്ഞാൽ ഈ ഖബറിന്റെ 6 അടി മണ്ണിന്റെ അവസ്ഥയെ കുറിച്ച് സഹാബത്തെ അറിയോ? നിങ്ങൾക്കറിയുവോ? അന്ധകാരം കൊണ്ട് നിറഞ്ഞതാണ്, അന്ധകാരം കൊണ്ട് നിറഞ്ഞതാണ്. വഇന്നല്ലാഹ അസ്സ വജല്ല മുനവ്വിറുഹാ ബിസലാത്തി. ഈ ഖബറിലേക്ക് ഞാൻ നമസ്കരിച്ചപ്പോ, ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ നമസ്കരിച്ചപ്പോ, എന്റെ നമസ്കാരത്തിന്റെ ഫലമായി അല്ലാഹു ആ ഖബറിനെ വിശാലപ്പെടുത്തി. സഹാബത്തെ, അല്ലാഹു ആ ഖബറിനെ പ്രകാശപൂരിതമാക്കി. സഹാബത്തെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് സുഹൃത്തെ, ഒരു മയ്യത്ത്, ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്ത് എല്ലാവരും ആ മയ്യത്തടക്കിയിട്ട് മടങ്ങി പോകുമ്പോ സഹാബാക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, പോകല്ലേ പോകല്ലേ പോകല്ലേ, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു തസ്ബീഹ് ഫഇന്നഹുൽ ആന യുസ്അൽ. മയ്യത്തടക്കയിട്ട് കൂസലില്ലാതെ വിമുഖരായി മടങ്ങി പോകുമ്പോ ഓർക്കണേ, ഓടിപ്പോകല്ലേ ഓടിപ്പോകല്ലേ. ഇന്നലെ മരിച്ച മയ്യത്തിന്റെ അരികിൽ നേരം വെളുക്കുന്നത് വരെ ഇരിക്കുന്ന സഹോദരാ, പിറ്റേ ദിവസം മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുന്നത് വരെ ആ മയ്യത്ത് കട്ടിലിന്റെ അരികിലിരിക്കുന്ന സഹോദരാ, നിങ്ങളുടെ ആരുടെയെങ്കിലും മയ്യത്ത് കൊണ്ട് ഖബറിലേക്ക് അടക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ അവകാശികളോ കൂട്ടുകാരോ സുഹൃത്തുക്കളോ അല്പസമയം ആ ഖബറിന്റെ അരികിലിരുന്ന് കുറച്ചൊക്കെ ഒന്ന് ഓതണേ ഓതണേ. ഖബറിന്റെ അരികിലിരുന്ന് ഓതിയിട്ട് അതിന്റെ സവാബ് ആ ഖബറിലേക്ക് എത്തുകയും ആ ഖബറാളികൾക്ക് അതിലൂടെ സമാധാനം നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി പാപമോചനം തേടണേ തേടണേ. ദുനിയാവിൽ വെച്ച് പാപങ്ങൾ ചെയ്ത സഹോദരനായിരിക്കാം ഈ മരണപ്പെട്ടു പോയത്. ആ സഹോദരന്റെ ആത്മശാന്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. വസലൂ ലഹു തസ്ബീഹ്. അദ്ദേഹത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്, അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ദുനിയാവിൽ വെച്ച് മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് കാണാതെ പഠിച്ചത് കൊണ്ട് ഖബറിനകത്ത് പോയി പറയാൻ കഴിയില്ല സഹോദരാ. ഒരാൾക്ക് കാണാതെ പഠിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ്, അവനെ വിശ്വസിച്ചുകൊണ്ടാണ് ദുനിയാവിൽ ജീവിച്ചതെങ്കിൽ അവൻ ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് അവൻ മറുപടി പറയാൻ സാധിക്കുമത്രേ. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ ഖബറടക്കുമ്പോ ആ ഖബറിന്റെ ഓരോ
ഓരത്ത് നിന്നിട്ട് നിങ്ങൾ പറയണേ, അല്ലാഹുമ്മ സബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജൻബി, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ, ഈ സഹോദരനോട് നീ ചോദിക്കുമ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാനുള്ള സൗഭാഗ്യം, ചങ്കൂറ്റവും ധൈര്യവും സ്ഥൈര്യവും നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ഖബറിനെ നീ അദ്ദേഹത്തിന്റെ മേൽ ഞെരിക്കല്ലേ അല്ലാ. ഈ ഖബറിനെ നീ അദ്ദേഹത്തിന് വേണ്ടി വിശാലപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, നീ ഞങ്ങളോടും കുഞ്ഞുമക്കളോടും കാലികളോടും കരുണ കാട്ടുന്നത് പോലെ അല്ലാഹുവേ, ഈ ഖബറാളിയോട് നീ കരുണ കാട്ടണേ അല്ലാ. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറയാതെ ഖബറിന്റെ ഓരത്ത് നിന്ന് കൂട്ടുകാരെ, കുടുംബക്കാരെ, നാട്ടുകാരെ, നിങ്ങളാരും പോകല്ലേ പോകല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ നമ്മുടെ സഹോദരങ്ങളുടെ ഖബറിടത്തിൽ വല്ലപ്പോഴും പോയിട്ടൊന്ന് ദുആ ചെയ്യണേ. ഒരു സൂറത്ത് യാസീൻ ഓതണേ, സൂറത്തുൽ മുൽക്ക് ഓതണേ. അങ്ങനെ ഓതിയാൽ അത് ആ ഖബറാളികൾക്ക് ശാന്തത നൽകുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതാണ് ഈ വിരീതം പറഞ്ഞു വന്നത് ഹദീസ്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ വാപ്പമാരോ ഉമ്മമാരോ പെങ്ങന്മാരോ ഭർത്താക്കന്മാരോ ഭാര്യമാരോ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു നിയ്യത്ത്, ഒരു ജാരിയായ സദഖയാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ സദഖകൾ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ജൂദ്, ഉദാരത, കാരുണ്യം, കരുണ, സഹായം എന്നൊക്കെ അർത്ഥമുള്ള ഈ ഒരു പേരുകൊണ്ട് നമ്മുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി സഹായിക്കുന്നവർ അവരൊന്ന് നിയത്ത് ചെയ്തോ, ആ ഖബറിനകത്ത് ഇന്ന ആൾക്ക് ശാന്തി കിട്ടാനാണ് ഞാൻ ഈ നിയത്ത് ചെയ്യുന്നത്, ഇന്ന രോഗം മാറാനാണ്, ഇന്ന ഉദ്ദേശം മുറാദ് ഹാസിലാകാനാണ് എന്ന ഒരു നിയ്യത്തിൽ ഒരു സാധുവായ പെൺകുട്ടിക്ക് വേണ്ടി ജാരിയായ സദഖ അവളുടെ കഴുത്തിലോ കാതിലോ കയ്യിലോ ഈ ആഭരണങ്ങളുള്ളിടത്തോളം കാലം ഈ ഖബറാളികൾക്ക് ശാന്തത കിട്ടും, സ്വസ്ഥത കിട്ടും. അതാണ് ജാരിയായ സദഖ എന്ന് പറയുന്നത്. ഉപ്പമാർക്ക് വേണ്ടി നാം എന്ത് ചെയ്തു? ഉമ്മമാർക്ക് വേണ്ടി നാം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ മലവും മൂത്രവും അവരുടെ നെഞ്ചിലേ കൂടെ ഒഴുകുമ്പോ അതെല്ലാം ഒഴുക്കി കളഞ്ഞുകൊണ്ട് അതെല്ലാം കഴുകി ശുദ്ധിയാക്കി വീണ്ടും എടുത്ത് നമ്മുടെ നെറ്റിയിൽ ചുടുചുംബനം നൽകിയ നമ്മുടെ ഉമ്മ മരിച്ചുപോയിട്ട് ആ ഉമ്മാന്റെ ഖബറിന് വേണ്ടി നാം എന്ത് ചെയ്തിട്ടുണ്ട്? 10 മാസം നമ്മെ കൊണ്ടു നടന്നിട്ട് നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മാന്റെ ഖബറിന് വേണ്ടി ലക്ഷങ്ങൾ കോടികൾ ചെയ്താലും മതിയാവുകയില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ഉമ്മാന്റെ കാലിലാണ് സ്വർഗത്തിന്റെ താക്കോൽ, ഉമ്മാന്റെ കാലിലാണ് സ്വർഗത്തിന്റെ വാതിൽ. ആ ഉമ്മാനെ സന്തോഷിപ്പിക്കുന്നവന് സ്വർഗം നിർബന്ധമാണ്, ഉമ്മാനെ വേദനിപ്പിക്കുന്നവന് നരകം നിർബന്ധമാ. അതുകൊണ്ട് മാതാവിന്റെ പേർക്കോ പിതാവിന്റെ പേർക്കോ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് 1 ഗ്രാമോ 2 ഗ്രാമോ 1/2 പവനോ 1 പവനോ അല്ലാഹുവേ എന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് വേണ്ടി ഇതാ ഖിയാമത്ത് വരെ ഞാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഖിയാമത്ത് നാൾ വരെ സ്വർണം പെട്ടെന്ന് നശിച്ചു പോകില്ല. പെണ്ണുങ്ങൾ അങ്ങനെ കളയേയില്ല. ഖബറിന്റെ ആത്മശാന്തിക്ക് വേണ്ടി, ഖബറിന്റെ ചോദ്യത്തിന്റെ എളുപ്പത്തിന് വേണ്ടി, അതിന്റെ വിശാലതയ്ക്ക് വേണ്ടി വിനീതൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരാം. ഈ 2 ദിവസത്തിൽ വിനീതനിൽ നിന്ന് നിങ്ങൾ ഇൽമു മാത്രം പ്രതീക്ഷിച്ചാ മതി ഇൻഷാ അല്ലാഹ്. കോമഡിയൊന്നും പ്രതീക്ഷിക്കണ്ട, ഇല്ല, അത് ആഗ്രഹിച്ച് വരെയും വേണ്ട. ഈ വിനീതൻ അതെല്ലാം ഒഴിവാക്കി കളഞ്ഞു ഇൻഷാ അല്ലാഹ്. കുറച്ച് അല്ലാഹുവുമായി ബന്ധപ്പെട്ട്, ആഖിറവുമായി ബന്ധപ്പെട്ട്, ഖബറിനെ ഓർത്ത് ഭയപ്പെട്ട് ഈമാൻ വർദ്ധിപ്പിക്കുന്ന പ്രഭാഷണമാണ് പറയേണ്ടതും കേൾക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അതിന് താല്പര്യമുള്ളവർക്ക് ഇരിക്കാം, കേൾക്കാം, പഠിക്കാം. ഖബറിൽ നമുക്ക് രക്ഷപ്പെടാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ജാരിയായ സദഖയാണ്. ഈ ഇരിക്കുന്നവരിൽ ആരുടെയെങ്കിലും കുടുംബത്തിൽ നിന്ന്
നമുക്ക് ചെയ്യാൻ പറ്റിയ ജാരിയ സദഖ. കാരണം വേറെ ഏത് സംഘടനകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ അതിന്റെ ചെലവിന് വേണ്ടിയും എടുക്കും. പക്ഷെ ഇതിന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഞങ്ങൾ 5 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു, അതിൽ ഞങ്ങൾ ഒന്നുപോലും എടുക്കുകയില്ല. നല്ല നിയത്താണ്. ആരാ? 1 പവൻ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞത് തുടക്കം കുറിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഇവിടെ 1 പവനോളം ഇതുണ്ട്. അവർ മരിച്ചുപോയവരാണെങ്കിൽ നമ്മുടെ ഈ സദസ്സിൽ വെച്ച് ഞാൻ പ്രസംഗം നിർത്തില്ല, ഞാൻ പറയും. കാരണം നാളെ ഇനി ചിലപ്പോൾ കുറച്ച് പറയാൻ പറ്റുള്ളെങ്കിലും അൽഹംദുലില്ലാഹ് നല്ല പോയി. അല്ലെങ്കിൽ വലിയൊരു വിഷമോ വെപ്രാളവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഖബറിനൊക്കെ കാണുമ്പോഴത്തേക്ക് ആർക്ക് ഭയങ്കര സല്യൂട്ട് അടിക്കാണ്. അടി എങ്ങനെയുണ്ട്, സുഖമാണോ? കുറച്ചെല്ലാം അവിടെ കട ഞാൻ വരുന്നുണ്ട് പിറകില്. അങ്ങനെയുള്ള ഖബറിന്റെ കട എന്താ പേടി? ഞാൻ വരുന്നില്ല, ഖബറിന്റെ വിഷയം വരുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെയും കൂടെ ഉണ്ടല്ലോ, നമുക്ക് നല്ല പറയാം. അതുകൊണ്ട് നാളെയോടെ വിളിച്ചോണ്ട് പോവാ. ഖബർ ഇപ്പൊ കാണിക്കണമെങ്കിൽ അവര് ഖബർ ഇനി നിങ്ങൾ കുഴിക്കുവോ? ഖബർ കുഴിക്കുവോ അതോ പഴയ ആളിനെ തോണ്ടിയെടുത്ത് മാറ്റി വെച്ചിട്ട് കുഴിച്ചു വെക്കുവോ? അങ്ങനെ അങ്ങനെ നിയമങ്ങൾ ഇസ്ലാമിക ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് പറയും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പൊ അത് അറിയിച്ചിട്ട് അറിയാം. 1 പവൻ. അപ്പൊ നമ്മള് നിയത്ത് മാറണ്ട, ബർക്കത്തിന് തുടങ്ങി വൈ. ഇപ്പൊ നമുക്ക് ബാക്കി നമുക്ക് സംസാരിച്ചിട്ട് ഖബറിനകത്ത് വരുന്ന നന്മയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പൊ ഒരാൾ മരിച്ച് ആത്മാവ് ഇല്ലിയൂനിലാണ്. ഇനി അത് ഖബറിനകത്ത് അയാളുടെ മയ്യത്ത് കൊണ്ട് വെക്കുമ്പോഴാണ് അത് വീണ്ടും മടക്കപ്പെടുന്നത്. മടക്കപ്പെടുമ്പോ ഒരാളപ്പൊ ഖബറിനകത്ത് വരും, ഒരു നല്ല ഒരു കോലത്തിൽ വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയുടെ ഖബറടക്കാൻ പോയിരുന്നപ്പോ പറഞ്ഞത്. ബർക്കത്തായിട്ട് ആ ഖബറിനകത്ത് വരുന്ന ആ സ്വാലിഹായ അമൽ, അതിനെ കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു സ്വാലിഹായ അമൽ എന്താണ്, നമ്മൾ ഇവിടെ ചെയ്യുന്ന അമലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദ്ദേഹത്തിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ തുആദു റൂഹുഹു റുദ്ദൂഹു റുദ്ദൂഹു ഇലൽ അർദ്. അദ്ദേഹത്തോട് പറയപ്പെടുക, മലക്കുകളോട് പറയപ്പെടുകയാണ്, അദ്ദേഹത്തിന്റെ ആത്മാവിനെ മണ്ണിലേക്ക് കൊണ്ടുവെക്കുക, ആ ആത്മാവിനെ ആ ശരീരത്തിലേക്ക് മടക്കി കൊടുക്കുക. തുആദു റൂഹുഹു, അങ്ങനെ ആ ആത്മാവിനെ ആ ശരീരത്തിലേക്ക് മടക്കപ്പെടുകയാ. സാലിഹായ മയ്യത്താണ്, സാലിഹായ മനുഷ്യനാണ്. ആ ശരീരത്തിലേക്ക് മയ്യത്തിനെ ആത്മാവിനെ മടക്കപ്പെടും. ഏതാത്മാവ്? ഇല്ലിയൂനിൽ കൊണ്ട് രേഖപ്പെടുത്തിയ ആത്മാവ് ഖബറിനകത്ത് ഒരാളെ കൊണ്ട് അടക്കി മണ്ണിട്ട് മൂടി, എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അപ്പോഴാണ് ഒരാത്മാവിനെ അവിടേക്ക് അല്ലാഹു തആല മടക്കാൻ പറയുന്നത്. ഇതേപോലെയാണ് ആത്മാവിനെ മടക്കുമ്പോ ഈ ദുനിയാവിൽ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത്, എങ്ങനെയാണോ ഒരാളെ കണ്ടത്, എങ്ങനെയാണോ ഒരാളെ കുറിച്ച് കേട്ടത്, എങ്ങനെയാണോ നമുക്ക് പരിസരത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി അല്ലാഹു ദുനിയാവിൽ വെച്ച് നൽകിയത്, അതേപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിനകത്ത് ആ മയ്യത്തിന് നൽകുകയാ. പഴയ അതേ അവസ്ഥ, ദുനിയാവിൽ ജീവിച്ച അതേ അവസ്ഥ ഖബറിനകത്ത്. അതാണ് തുആദു റൂഹുഹു. കാരണം എന്താ? അല്ലാഹു പറയുകയാണ്, ഇന്നി വഅദ്തുഹും, ഞാൻ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അന്നീ ഖലഖ്തുഹും, ഞാൻ അവരെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാ. അന്നീ ഖലഖ്തുഹും മിൻഹാ വഫീഹാ നുഈദുഹും വമിൻഹാ നുഖ്രിജുഹും. അവരെ ഈ മണ്ണിലേക്കാണ് ഞാൻ മടക്കുക എന്നും ഈ മണ്ണിൽ നിന്നും വീണ്ടും അവരെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും ഞാൻ അവരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റുദ്ദൂഹു, അവരുടെ ആത്മാവിനെ അവരിലേക്ക് മടക്കണേ, മടക്കണേ. അങ്ങനെ അവരുടെ ആത്മാവിനെ മടക്കുകയാ. മടക്കി. അപ്പൊ ഇങ്ങനെ ആള് ഉണർന്നു, സംഭവം ഉണർന്നു. ഫയഅതീഹി മലകാനി ശദീദിൽ ഇന്തിഹാർ, വളരെ ഗൗരവത്തോടുകൂടി ഘോരഘോര ശബ്ദം മുഴക്കിക്കൊണ്ട്, ഇടിമുഴക്കം പോലുള്ള ശബ്ദ കോലാഹലത്തോടെ 2 മലക്കുകൾ അതാ ആ ശരീരത്തിന്റെ അരികിലേക്ക് കടന്നു വരികയാ. നിന്നെ വിളിച്ചുണർത്തുകയാ, ഉറങ്ങിക്കിടന്ന നിന്റെ കണ്ണ് മെല്ലെ തുറക്കുകയാ, അജ്ലസാക, നിന്നെ ഇരുത്തുകയാ.
സഅലക നിന്നോട് രണ്ടുപേരും ചോദിക്കുകയാ മൻ റബ്ബുക ആരാണ് നിന്റെ റബ്ബ് ഉടനെ ആ വ്യക്തി സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ ഖാല അവൻ പറയും അത്രേ റബ്ബി അല്ലാഹ് അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ بالقول الثابت في الحياة الدنيا وفي الآخرة ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ വിളിച്ചവൻ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിന്റെ വചനങ്ങളെ ഏറ്റെടുത്തവൻ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവൻ ദുനിയാവിൽ വെച്ച് പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ ക്ഷണിക്കുന്നു അല്ലാഹു വലിയവനാണ് അവൻ അജയ്യനാണ് അവൻ ഏകനാണ് അവൻ മഹോന്നതനാണ് അവൻ ഉത്കൃഷ്ടനാണെന്ന് ദിനേന 5 പ്രാവശ്യം വിളിക്കുമ്പോ ചെവി കൊടുത്ത് ഉത്തരം നൽകിയ സഹോദരാ അവൻ പറയുമത്രേ റബ്ബി അല്ലാഹ് അതാണ് ഖുർആനിൽ അല്ലാഹു യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ ദുനിയാവിൽ ആ വാക്കുകളും വചനങ്ങളും അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞത് ഖബറിലാണ് അവൻ പറയുമത്രേ എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് രണ്ടാമത് അവനോട് ചോദിക്കുകയാണ് വമാ ദീനുക നിന്റെ ദീനേതാണ് നിന്റെ മതമേതാണ് നിന്റെ ആദർശമേതാണ് ദീനിയൽ ഇസ്ലാം ഇസ്ലാമിക ആദർശമാണ് എന്റെ ആദർശം ആ വഴികളിലൂടെയാണ് ഞാൻ നടന്നത് ആ പ്രത്യായ ശാസ്ത്രത്തെ പരിപൂർണമായി സ്വീകരിച്ചവരാണ് മൂന്നാമതായി അവനോട് ചോദിക്കുകയാണ് വമാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിയെ കുറിച്ച് പരിചയമുണ്ടോ ഉടനെ ആ വ്യക്തി പറയുകയാണ് ആ ഖബറാളി പറയുകയാണ് അറിയാം ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഞങ്ങളെ സത്യത്തിന്റെ വഴികളിലേക്ക് നയിച്ച മഹാനാണ് സത്യത്തിന്റെ തിരുനാളം കൊളുത്തി തന്ന പ്രവാചകനാണ് സത്സരണിയിലേക്ക് ഞങ്ങളുടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോയി ഞങ്ങളെ ഉദ്ധരിച്ച പ്രവാചകനാണ് ഉടനെ ചോദിക്കുകയാണ് വമായുദ്രീക അത് നിനക്ക് എങ്ങനെ അറിയാം സത്യത്തിന്റെ ദൂതനാണ് വെളിച്ചത്തിന്റെ നിലവാരമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് മലക്കുകൾ നമ്മോട് ചോദിക്കുമ്പോ സാലിഹായ മനുഷ്യനാണെങ്കിൽ പറയുമത്രേ ഖറഅതു കിതാബല്ലാഹ് വസദ്ദഖതു ബിഹി വആമന്തു ബിഹി അല്ലാഹുവിന്റെ ഗ്രന്ഥം ഞാൻ പഠിച്ചവനാണ് ഖുർആൻ ഞാൻ ഓതിയവനാണ് അത് ഞാൻ ഹൃദയസ്ഥമാക്കിയവനാണ് അതിന്റെ ആയത്തുകളും അധ്യായങ്ങളും ആദർശങ്ങളും കേട്ടുപഠിച്ചവനാണ് ആ ഖുർആനിനകത്ത് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയുന്നത് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയവനുമാണ് അതുകൊണ്ടാണ് ഇതാണ് എന്റെ പ്രവാചകനെന്ന് എനിക്ക് പറയാൻ സാധിച്ചത് ഇത്രയും പറയുമ്പോ തന്നെ അല്ലാഹുവിന്റെ മറുപടി ആകാശ ലോകത്ത് നിന്നൊരു വിളിയാളം ഉണ്ടാകുമത്രേ അറൂഹു മൻസിലഹു അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാട്ടിക്കൊടുക്കണേ മലക്കുകളെ അവന്റെ സങ്കേതം എവിടെയാണെന്ന് കാട്ടിക്കൊടുക്കണേ മലക്കുകളെ ഫയുഫ്തഹു ലഹു മദ്ബസരിഹി ഉടനെ 6 അടി മണ്ണിന്റെ ഞെരുക്കമുള്ള ഖബർ അതാ കണ്ണെത്താ ദൂരത്തോളം വിശാലപ്പെടുത്തുകയാണ് ആകാശ ലോകത്ത് നിന്ന് വിളിയാളം ഉണ്ടാവുകയാണ് വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്നാ സ്വർഗത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കണേ വഫ്രിഷൂ ലഹു ഫിറാശൻ ഇലൽ ജന്നാ സ്വർഗത്തിലേക്ക് ഒരു പട്ടുടയാടകൾ വിരിച്ചു കൊടുക്കണേ ആ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണേ ദുനിയാവിലെ ഭർത്താവ് വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വരുമ്പോ ബെഡ്ഷീറ്റ് എല്ലാം വൃത്തിയാക്കി വിരിച്ചു തരാൻ ഭാര്യയുണ്ടെങ്കിൽ ആ ഭാര്യയിൽ നിന്ന് വിട പറഞ്ഞു പോയ ഭർത്താവാണ് ഒറ്റപ്പെട്ട ഖബർ ജീവിതത്തിൽ കഴിയുന്നതെങ്കിൽ ആ ഖബറിനകത്ത് അതാ സ്വർഗലോകത്ത് നിന്ന് മാലാഖമാർ പട്ടുടയാടകളുമായി ഖബറിലേക്ക് ഇറങ്ങി വന്നിട്ട് അള്ളാന്റെ വിളിയാളത്തോടെ വിളിച്ചു പറയപ്പെടുന്നു ഇതാ ഖബറിലേക്ക് വിരിച്ചു കൊടുക്കണേ
ഖബറിൽ സ്വർഗം വിതരണേ, ഖബറിൽ സുഗന്ധം വിതരണേ, ഖബറിൽ സ്വർഗലോകത്തിലേക്കുള്ള പരിമളം ആസ്വദിക്കാൻ ഒരു വാതിൽ തുറന്നു കൊടുക്കണേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ മാതാ ഉരിള അലൈഹി മഖഅദഹു മിനൽ ജന്നതി അവിന്നാർ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിനകത്ത് കിടക്കുമ്പോ രാവിലെയും വൈകുന്നേരവും അവന്റെ സങ്കേതം നാളെ എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണെങ്കിൽ ഫമിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ഫോട്ടോ അവന്റെ മുന്നിൽ കാട്ടിക്കൊടുക്കുമത്രേ. വൈൻ കാന മിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിന്റെ അവകാശിയാണെങ്കിൽ ഫമിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിന്റെ അവകാശിയായി അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമത്രേ. രാവിലെയും വൈകുന്നേരവും അന്നാറു യുറളൂന അലൈഹാ ഗുദുവൻ വഅശിയാ. നരകവാസിയാണ് മരിച്ച് ഖബറിൽ കിടക്കുന്നതെങ്കിൽ രാവിലെയും വൈകുന്നേരവും എടാ ദ്രോഹി, ദുഷ്ടാഹങ്കാരി, നിന്റെ സങ്കേതമാണടാ. ഈ ഖബറിനകത്ത് നിന്നെ കാണിക്കുന്ന സങ്കേതമുണ്ടല്ലോ, ഈ നരകകുണ്ടാരമാണടാ നിനക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് രാവിലെയും വൈകുന്നേരവും അവനെ കാണിച്ചു കൊടുക്കുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. സാലിഹായ മനുഷ്യനാണെങ്കിൽ അവനോടിത് പറയപ്പെടുമ്പോ അവൻ സന്തോഷത്തോടുകൂടി ഈ ഉത്തരങ്ങളെല്ലാം പറയുമ്പോ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കാനുള്ള ആഹ്വാനം ലഭിക്കുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ ഒരാൾ ഓടി വരികയാ, അവന്റെ സമീപത്ത് നിൽക്കുകയാണ്. ഉടനെ പറയുകയാണ്, അബ്ശിർ അബ്ശിർ ബിൽ ഖൈരി യാ ഇബാദല്ലാഹ് അബ്ദല്ലാഹ്, ബശറക്കല്ലാഹു ബിൽ ഖൈർ, ബശറക്കല്ലാഹു ബിൽ ഖൈർ. പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, സാലിഹായ മനുഷ്യനാണ്, സാലിഹായ മനുഷ്യനാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ ആ സാലിഹായ മനുഷ്യനെ നോക്കിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറയുകയാണ്, സന്തോഷിച്ചോ സന്തോഷിച്ചോ, സ്വർഗം കൊണ്ട് അല്ലാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്, നീ നല്ലവനാണ്, നിന്നെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, നിനക്ക് അല്ലാഹു സ്വർഗം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ന് യുവകോമളനായ സുസ്മേരവദനായ ഒരു ചെറുപ്പക്കാരൻ കോലത്തിൽ ഒരാൾ മൻകറിന്റെയും നക്കീറിന്റെയും ഇടയിലൂടെ കടന്നു വരുമ്പോ ഈ മയ്യത്ത് അവനോട് ചോദിക്കുകയാണ്, മൻ ഹാദർ റജുൽ വജ്ഹുക വജ്ഹുക കവജ്ഹി ശംസ്. നീ ആരാണ്, നീ ഏവനാണ്, നീ ഏത് ചെറുപ്പക്കാരനാണ്, നീ എന്തിനാണ് വന്നത്? ജാക ബിൽ ഖൈർ, നന്മയുമായിട്ടാണല്ലോ നീ കടന്നു വന്നത്. നിന്റെ മുഖത്തിന്റെ ഭാവം കാണുമ്പോ സൂര്യ തേജസ് പോലെ പ്രകാശിക്കുകയാണല്ലോ. ആരാണ് നീ, ആരാണ് നീ? അഖ്ബിർനി, ഒന്ന് അറിയിച്ചു തരുവോ, ഒന്ന് അറിയിച്ചു തരുവോ? ആരുടെ മണ്ണിനകത്തുള്ള സംവാദമാണ്, ആരുടെ മണ്ണിനകത്തുള്ള സംസാരമാണ്, ആരുടെ മണ്ണിനകത്തെ സംഭാഷണമാണ് ആരെങ്കിലും അറിയുന്നുണ്ടോ? സാലിഹായ മനുഷ്യ, 1 ഗ്രാം സ്വർണത്തിന് പിശുക്ക് കാണിച്ചാൽ ഈ സ്വർഗലോകത്തിന്റെ അനുഭൂതി ആസ്വദിക്കാൻ കഴിയുകയില്ല. പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും കൊടുക്കുന്നവരാണ്. ഇനി 1 കോടി നമ്മൾ കൊടുത്തെന്ന് പറഞ്ഞാലും അതെല്ലാം അള്ളാന്റെ ഖജനാവിൽ ഒന്നുമല്ല, ഒന്നുമല്ല. ഖബറിന്റെ അവസ്ഥ കാണുമ്പോ നീ സ്വന്തമായി പറയും, പടച്ചവനെ ഇത്രത്തോളം സുഖഭോഗങ്ങൾ നീ എനിക്ക് ഖബറിൽ തരുമായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ വീടും സ്ഥലവും മുഴുവനും നിന്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്ന് ഖബറിനകത്ത് പോകുമ്പോ നീ വിരൽ കടിച്ചുകൊണ്ട് പറയുമെങ്കിൽ സഹോദരാ, അതിനവിടെ സ്ഥാനമില്ല, സ്ഥാനമില്ല. ദുനിയാവിൽ വെച്ച് നീ അങ്ങനെ പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരനായി നിന്റെ കോലത്തിലെത്തുകയാണ്, നിന്റെ മുന്നിലെത്തുകയാണ്. എടോ സഹോദരാ, നിന്റെ മുഖം കാണാൻ എന്ത് രസമാണ്, നിന്റെ മുഖത്തിന്റെ ലാവണ്യം എന്ത് പ്രസരിപ്പുള്ളതാണ്, നിന്റെ കണ്ണെത്ര രസമാണ്, നിന്റെ കവിളെത്ര രസമാണ്, നിന്റെ ആകാര സൗഷ്ഠവം കണ്ട് ഞാൻ ആനന്ദിക്കുകയാണ്. ആരാണ് നീ, ആരാണ് നീ എന്ന മയ്യത്ത് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അനാമലുക സാലിഹ്, നീ ചെയ്ത നമസ്കാരമാ, നീ പിടിച്ച നോമ്പാ, നീ കൊടുത്ത സകാത്താ, നീ കൊടുത്ത സദഖയാ, നീ
ഓതിയ ഖുർആൻ പാരായണമാ, നീ ചൊല്ലിയ സ്വലാത്താണ്, നീ ചൊല്ലിയ ദിക്റാണ്, നീ ചൊല്ലിയ ഇസ്തിഗ്ഫാറാ, നാടിനു വേണ്ടി നന്മ ചെയ്തവനല്ലേ? ആ നന്മകൾ മുഴുവനും ഒരു സ്വാലിഹായ മനുഷ്യന്റെ, സുന്ദരനായ മനുഷ്യന്റെ കോലത്തിൽ അല്ലാഹു രൂപപ്പെടുത്തിയിട്ട് ഒറ്റപ്പെട്ട ഖബർ ജീവിതം നയിക്കുമ്പോ ആ ഖബറിന്റെ കാലൊച്ചകൾക്കിടയിൽ നീ വെന്തുരുകാതെ, നീ വിങ്ങിപ്പൊട്ടാതെ, നിന്റെ മനപ്രയാസത്തിൽ നിന്ന് നീ തളർ